ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ വീണ് നമസ്കരിച്ചും കൊണ്ട് നമ്മൾ ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മൾ ദേവീ കവചം, ദേവി മഹാത്മ്യത്തിലുള്ള ദേവീ കവചം, ആ സംസ്കൃത ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്ന് വിചാരം ചെയ്യാമെന്നാണ് കരുതുന്നത്. അമ്മ അനുഗ്രഹിച്ചാൽ. ദേവീ കവചം എന്ന് പറയുമ്പോൾ, കവചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പടച്ചട്ട എന്നാണ് കവചം എന്നുള്ളതിന് മലയാളത്തിൽ അർത്ഥം പറയുക. നമ്മുടെ നേരെ പാഞ്ഞടുത്തു വരാവുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ് ഈ ദേവീ കവചം എന്ന് പറയുന്നത്. സ്വയരക്ഷയ്ക്കു വേണ്ടി ഏതു പ്രതിസന്ധികളുടെ നടുവിൽ കഴിയുമ്പോഴും ജഗദംബികയായ ആദിപരാശക്തി രക്ഷിച്ചുകൊള്ളും, അല്ലെങ്കിൽ രക്ഷിക്കണമേ എന്നൊരു അപേക്ഷയാണ് ദേവീ കവചത്തിലുള്ളത്. ഇവിടെ അമ്മയുടെ പല ഭാവങ്ങളിലുള്ള ആ സ്ത്രീ ചൈതന്യ ഭാവത്തോടാണ്, രൂപത്തോടാണ്, ശക്തി സ്വരൂപിണിയോടാണ് അപേക്ഷിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളെയായിട്ട് അമ്മ സംരക്ഷിക്കണമേ എന്ന്. ഇത് പറയുമ്പോൾ നമുക്ക് തോന്നാം ജഗദംബിക എന്ന ഒറ്റ നാമത്തിൽ എല്ലാ ശരീരഭാഗങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ പോരേ എന്ന്. ഒരമ്മയ്ക്ക് മക്കളുടെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലും അമ്മയുടെ ഭാവത്തിന് മാറ്റമുണ്ടാകും. തനിക്ക് പിറന്ന കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ അമ്മ അനുഭവിക്കുന്ന ആനന്ദ നിർവൃതിയുടെ ഭാവമാകില്ല ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്നത്. കമിഴ്ന്നു വീഴുമ്പോൾ, മുട്ടിലിഴയുമ്പോൾ, പിച്ച വെച്ച് നടക്കുമ്പോൾ, ഓടി നടക്കുമ്പോൾ, പിന്നീട് ആ കൈകാലുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ കർമ്മത്തിലും തൻ്റെ കുട്ടിയുടെ വളർച്ച, ഐശ്വര്യം, അഭിവൃദ്ധിയൊക്കെ ഓരോ ഭാവത്തിലാണ് അമ്മ നോക്കിക്കാണുന്നത്. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോൾ, കുഞ്ഞു കുഞ്ഞു ശിക്ഷകൾ നൽകുന്ന ആ അമ്മ ആ കുഞ്ഞു വളരുന്നതിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞു തെറ്റുകളിൽ നിന്നും തെറ്റുകളുടെ ഭാവവും ആഴവും മാറുമ്പോൾ അമ്മയുടെ ഭാവത്തിനും മാറ്റം വരുന്നത് പോലെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുഞ്ഞിക്കാലുകൾക്ക് കൊടുക്കുന്ന ഒരു സംരക്ഷണമല്ല കുഞ്ഞിക്കൈകൾക്ക് കൊടുക്കുന്നത്, ആ സംരക്ഷണമല്ല തലയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ ആ കുട്ടിയെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരമ്മയുടെ ആ മാതൃഭാവത്തിൽ തന്നെ വ്യത്യാസം വരുന്നത് പോലെ ഇവിടെ നമ്മളും അമ്മയോട് പറയുകയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളെ ഓരോരോ ഭാവത്തിലുള്ള ശക്തി സ്വരൂപിണി സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ഒരു മഹത്തായ
രക്ഷാ കവചമാണ് ദേവീ കവചം. പൊതുവെ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് മുൻപ്, പ്രഥമാധ്യായം തുടങ്ങും മുൻപ് അർക്കളം, കീലകം, കവചം, ധ്യാനം ഇതൊക്കെ പാരായണം ചെയ്ത് സമർപ്പിച്ചതിന് ശേഷം വേണം ദേവീ മാഹാത്മ്യം പാരായണം ചെയ്ത് തുടങ്ങാനെന്ന് ജ്ഞാനികൾ പറയാറുണ്ട്. അതായത് ദേവീ മാഹാത്മ്യത്തിലെ പ്രഥമ അധ്യായം തുടങ്ങുന്നതിന് മുൻപ് ദേവീ കവചം നിർബന്ധമായും ചൊല്ലണമെന്ന് പറയാറുണ്ട്. അത്രമാത്രം സവിശേഷതയാർന്ന ഒന്നാണ് ദേവീ കവചം. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇത് മാർക്കണ്ഡേയ മഹർഷിയും പിതാവായിട്ടുള്ള ബ്രഹ്മാവും തമ്മിലുള്ള ഒരു സംവാദ രൂപേണയാണ് ദേവീ കവചം പറയപ്പെട്ടിട്ടുള്ളത്. മാർക്കണ്ഡേയ മഹർഷി ചോദിക്കുന്ന ഒരു സംശയത്തിന് ഉത്തരമായിട്ടാണ് ബ്രഹ്മാവ് ദേവീ കവചം ഉപദേശിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം. മാർക്കണ്ഡേയ ഉവാച യത് ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹേ പിതാമഹാം. മാർക്കണ്ഡേയ ഉവാച, മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, യത് ഗുഹ്യം പരമം ലോകേ, യാതൊന്നാണോ യത് ഗുഹ്യം, ഗുഹ്യം എന്നാൽ ഗുഹ്യഭാവം, രഹസ്യ സ്വഭാവത്തോടു കൂടിയത്. ഇവിടെ രഹസ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ആരും അറിയരുതാത്തത് എന്നുള്ളതല്ല, മറ്റാർക്കും അധികം അറിയാൻ കഴിയാതെ പോയത് അല്ലെങ്കിൽ അറിയില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. അത്രമാത്രം പ്രാധാന്യമുണ്ടായിട്ടും പലർക്കും അറിയാൻ വയ്യാതെ പോയത്. പരമം ലോകേ, പരമം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, ലോകേ ഈ ലോകത്തിൽ, സർവരക്ഷാകരം എല്ലാവിധത്തിലുമുള്ള രക്ഷയെയും ചെയ്യുന്നതായിട്ടുള്ളത്. ആർക്ക്? നൃണാം, മനുഷ്യർക്ക്. അപ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് എല്ലാവിധത്തിലുമുള്ള രക്ഷയെയും ചെയ്യുന്നതും ശ്രേഷ്ഠമായിട്ടുള്ളതും യാതൊന്നാണോ രഹസ്യഭാവമുള്ളത്, ഇതുവരെ തനിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാൻ കഴിയാതെ പോയത്. യന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹേ. യന്ന, യത് ന ആണ്. യന്ന, യത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ. ന കസ്യചിദാഖ്യാതം, കസ്യചിത് ആഖ്യാതം, രണ്ട് വാക്കുകളാണത്. കസ്യചിത്ത് എന്ന് പറഞ്ഞാൽ മുൻപൊരിക്കലും തന്നെയും, ന ആഖ്യാതം അതായത് മുൻപൊരിക്കലും പറയപ്പെട്ടിട്ടില്ലാത്തത്, മറ്റാരാലും പറയപ്പെട്ടിട്ടില്ലാത്തത്. തന്മേ ബ്രൂഹി പിതാമഹ, തന്മേ തത് മേ അത് എനിക്കായിക്കൊണ്ട്, ബ്രൂഹി പറഞ്ഞു തന്നാലും, പിതാമഹ അല്ലയോ പിതാവായിട്ടുള്ള ബ്രഹ്മാവേ, അങ്ങ് എനിക്കായിക്കൊണ്ട് ഇത് പറഞ്ഞു തന്നാലും. മുൻപ് ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്കും ഇതറിയാൻ കഴിഞ്ഞേനെ. എന്നാൽ മുൻപ് ആരാലും അധികം പറയപ്പെട്ടിട്ടില്ലാത്ത രഹസ്യ സ്വഭാവമുള്ളതായിട്ടുള്ള അത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ളത്, അതേസമയം ലോകത്തിലെ മനുഷ്യർക്കൊക്കെ എല്ലാവിധത്തിലുമുള്ള സംരക്ഷണത്തെയും രക്ഷയെയും ചെയ്യുന്നതുമായിട്ടുള്ളത് യാതൊന്നാണോ അത് എനിക്ക് പറഞ്ഞു തന്നാലും. ഇവിടെ സജ്ജനങ്ങളുടെ മഹത്വം വളരെ വ്യക്തമായി വിളിച്ചോതുന്നതാണ് ഈ ഒരു ശ്ലോകം. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞത് ലോകത്തിലുള്ള മനുഷ്യർക്കെല്ലാം എല്ലാവിധത്തിലുമുള്ള രക്ഷയെയും ചെയ്യുന്നത്, തൻ്റെ മാത്രം രക്ഷയെ അല്ല മാർക്കണ്ഡേയ മഹർഷി അവിടെ ഉദ്ദേശിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് മാർക്കണ്ഡേയ മഹർഷി ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആവശ്യം
പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനോട് ഉന്നയിച്ചത് എന്നർത്ഥം. ഇനി അതിനുള്ള മറുപടിയാണ് ബ്രഹ്മാവ് പറയുന്നു. ബ്രഹ്മോവാച അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം തച്ഛൃണുഷ്വ മഹാമുനെ. ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറയുകയാണ്, അസ്തി ഉണ്ട്. അല്ലയോ മാർക്കണ്ഡേയ മഹർഷി, അങ്ങ് എന്താണ് ആവശ്യപ്പെട്ടത്? എന്താണോ ഉണ്ടോ എന്ന് ചോദിച്ചത്, അതുണ്ട്. ഗുഹ്യതമം, അത്യന്തം രഹസ്യമായിട്ടുള്ളത് തന്നെയാണ്. വിപ്ര എന്ന് പറഞ്ഞാൽ അല്ലയോ മഹർഷേ, സർവഭൂതോപകാരകം, സർവഭൂത ഉപകാരകം, സർവഭൂതങ്ങൾക്കും ഉപകാരമായിട്ടുള്ളത്. മാർക്കണ്ഡേയ മഹർഷി ചോദിച്ചത് ലോകത്തിലെ മനുഷ്യർക്കെല്ലാം ഉപകാരമുള്ളവ എന്താണോ, അവരെ രക്ഷിക്കുന്നത് എന്താണോ എന്ന് ചോദിച്ചെങ്കിൽ ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ്, ലോകത്തിലുള്ള മനുഷ്യർക്ക് മാത്രമല്ല സർവഭൂതങ്ങൾക്കും ഉപകാരകമായിട്ടുള്ളതാണ്, ഉപകാരപ്പെടുന്നതായിട്ടുള്ളതാണ് ഈ അത്യന്തം രഹസ്യ സ്വഭാവത്തോടു കൂടിയ ദേവ്യാസ്തു കവചം പുണ്യം. ദേവ്യാഹ തു ആണ് ദേവ്യാസ്തു. ദേവ്യ എന്ന് പറഞ്ഞാൽ ദേവിയുടെ, കവചം ദേവിയുടെ കവചം അഥവാ ഈ ദേവീ കവചം എന്ന് പറയുന്നത് പുണ്യം തച്ഛൃണുഷ്വ മഹാമുനെ. പുണ്യം, അത്യധികം പുണ്യമായിട്ടുള്ളതാണ് ഈ ദേവീ കവചം. തച്ഛൃണുഷ്വ, തത് ശൃണുഷ്വ ആണ്, തച്ഛൃണുഷ്വ. തത് അത്, ശൃണുഷ്വ കേട്ടാലും, മഹാമുനെ അല്ലയോ മാർക്കണ്ഡേയ മഹർഷി, അങ്ങ് ചോദിച്ചില്ലേ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവരക്ഷയും ചെയ്യുന്നതായിട്ടുള്ള അതീവ ഗുഹ്യമായിട്ടുള്ള ഒന്നുണ്ടോ എന്ന്. ഉണ്ട് മഹർഷി, അത് ദേവീ കവചമാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല സർവഭൂതോപകാരകം, സർവഭൂതങ്ങൾക്കും അത് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. മൂന്നാമത്തെ ശ്ലോകം. പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി കുഷ്മാണ്ഡേതി ചതുർത്ഥകം. പ്രഥമം ശൈലപുത്രീതി. ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ദേവിയുടെ, ആ ദുർഗാ ഭഗവതിയുടെ നവദുർഗാഭാവങ്ങളെയാണ് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രഥമം ശൈലപുത്രീതി, പ്രഥമം ഒന്നാമത്, ആദ്യത്തേത് ശൈലപുത്രീതി. ശൈലപുത്രി ഇതി, ഇങ്ങനെ രണ്ട് വാക്കുകളാണത്. ശൈലപുത്രി എന്നും, അതായത് അമ്മയുടെ 9 ഭാവങ്ങൾ, നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുള്ള 9 ഭാവങ്ങൾ, അത് എന്തിനൊക്കെയാണെന്നുള്ളത് ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെ പറയുകയാണ്. ആദ്യത്തേത് ശൈലപുത്രി എന്ന് പേരുള്ളത്. ദ്വിതീയം രണ്ടാമത്തേത് ബ്രഹ്മചാരിണി, ബ്രഹ്മചാരിണി എന്ന ഭാവത്തേത്. തൃതീയം ചന്ദ്രഖണ്ഡേതി, മൂന്നാമത്തേത് ചന്ദ്രഖണ്ഡ ഇതിയാണ്, ചന്ദ്രഖണ്ഡാഭാവത്തിലും. കുഷ്മാണ്ഡേതി ചതുർത്ഥകം, ചതുർത്ഥകം നാലാമത്തേത്. കുഷ്മാണ്ഡ ഇതി, കുഷ്മാണ്ഡ എന്ന ഭാവത്തിലുള്ളതും. കഴിഞ്ഞില്ല, നാലാമത്തെ ശ്ലോകം. പഞ്ചമം സ്കന്ദമാതേതി ഷഷ്ടം കാത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം. പഞ്ചമം അഞ്ചാമത്തേത് സ്കന്ദമാതേതി, സ്കന്ദമാത ഇതിയാണ്, സ്കന്ദമാതേതി സ്കന്ദമാതാഭാവത്തില്. ഷഷ്ടം കാത്യായനീതി ച, ഷഷ്ടം ച. ഇനി കഴിഞ്ഞില്ല, ആറാമത്തെ ദിവസം എങ്ങനെയാ? കാത്യായനി എന്ന ഭാവത്തിൽ, കാത്യായനി ഇതി ആണ് കാത്യായനീതി, കാത്യായനി ഭാവത്തിലും. സപ്തമം കാളരാത്രീതി, ഏഴാമത്തേതായിട്ട് കാളരാത്രി ഇതി, സപ്തമം എന്ന് പറഞ്ഞാൽ 7, ഏഴാമത്തേത്. കാളരാത്രി ഇതി, കാളരാത്രി ഭാവത്തിലും. മഹാഗൗരീതി ചാഷ്ടമം, മഹാഗൗരി ഇതി ച അഷ്ടമം, അഷ്ടമം എന്നാൽ 8ാമത്തേത്. മഹാഗൗരി ഇതി, 8ാമത്തെ ഭാവം മഹാഗൗരി ഭാവത്തിലും.
നവമം സിദ്ധിതാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന. നവമം സിദ്ധിത, നവമം 9, സിദ്ധിത, സിദ്ധിത എന്നും പ്രോക്ത എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട നവദുർഗ, ഈ 9 ദുർഗാഭാവങ്ങളെ പ്രകീർത്തിത, പ്രകീർത്തിക്കപ്പെട്ടു. ബ്രഹ്മാവിനാൽ ഈ 9 ഭാവങ്ങളെയും പ്രകീർത്തിക്കപ്പെട്ട ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന. ഉക്താനി ഏതാനിയാണ് ഉക്താന്യേതാനി. ഉക്താനി എന്നാൽ പറയപ്പെട്ടത്, ഏതാനി എന്ന് പറഞ്ഞാൽ ഈ. അപ്പോൾ ബ്രഹ്മാവിനാൽ ഇപ്പോൾ പറയപ്പെട്ട പ്രകീർത്തിക്കപ്പെട്ട ഈ നാമാനി നാമങ്ങൾ ബ്രഹ്മണൈവ മഹാത്മന. ബ്രഹ്മണ ഏവ ആണ് ബ്രഹ്മണൈവ. ബ്രഹ്മണ എന്ന് പറഞ്ഞാൽ ആ അതായത് പുരുഷനാൽ തന്നെ, ബ്രഹ്മത്തെ ആ പരമാത്മാവിനാൽ തന്നെ, മഹാത്മന എന്ന് പറഞ്ഞാൽ സർവജ്ഞനായിട്ടുള്ള ആ പരമാത്മാവിനാൽ തന്നെ പറയപ്പെട്ടിട്ടുള്ള ഈ 9 ഭാവങ്ങൾ, ദേവിയുടെ ഈ 9 ഭാവങ്ങളെ ബ്രഹ്മാവ് വേണ്ട വിധത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയാണ്, അതായത് ഭാവം അമ്മയുടെ മുൻപിലുള്ള സമർപ്പണ ഭാവത്തോടു കൂടി തന്നെയാണ് ബ്രഹ്മാവിത് ഈ 9 ഭാവങ്ങളെ പുത്രനായ മാർക്കണ്ഡേയ മഹർഷിക്ക് പറഞ്ഞുകൊടുത്തത്. 6-ാമത്തെ ശ്ലോകം. ഇവിടെയും നമുക്ക് ദേവിയുടെ 9 ഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്കന്ദമാത ഇവിടെ പറഞ്ഞല്ലോ, സർവജ്ഞനായിട്ടുള്ള പരമാത്മാവിനാൽ പറയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ സ്കന്ദമാത എന്ന് പറയുന്നിടത്ത് സ്കന്ദന്റെ മാതാവ്, സുബ്രഹ്മണ്യ സ്വാമിയുടെ മാതാവ് എന്ന് മാത്രമല്ല, സ്കന്ദൻ എന്നതിന് സനൽകുമാരന്മാർ എന്നൊരു അർത്ഥവും കൂടി കൽപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സാക്ഷാൽ സനൽകുമാരാദി മഹർഷിമാർക്കും മാതൃസ്ഥാനത്ത് വാഴുന്നവളാണ് അമ്മ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി 6-ാമത്തെ ശ്ലോകം. അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താഃ ശരണം ഗതാഃ. അഗ്നിന അഗ്നിയാൽ, ദഹ്യമാനസ്തു, ദഹ്യമാനഃ തു ആണ്, ദഹ്യമാനസ്തു. ദഹ്യമാന എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദഹിക്കപ്പെടുന്നവൻ, അതിൽ ഉരുകിത്തീരുന്നവൻ, അങ്ങനെ ദഹിക്കപ്പെട്ടവനും. ശത്രുമധ്യഗതോ, ശത്രുവിൻ്റെ മധ്യത്തിൽ അകപ്പെട്ടു പോയവനും. എപ്പോൾ? രണേ, യുദ്ധത്തിൽ. വിഷമേ ദുർഗമേ ചൈവ, വിഷമേ വിഷമങ്ങളിൽ, ദുർഗമമായിട്ടുള്ള വിഷമങ്ങളിൽ എന്ന് പറഞ്ഞാൽ കടക്കുവാൻ, തരണം ചെയ്യുവാൻ പ്രയാസമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും. ഭയാർത്ത, ഭയന്നവരും ആർത്തന്മാരും. ഇവിടെ ആർത്തന്മാരെന്ന് പറഞ്ഞാൽ ഭയത്താൽ ദുഃഖിതരായിട്ടുള്ളവരെന്നും എടുക്കാം, അല്ലെങ്കിൽ ഭയന്നവരും ദുഃഖിതരായിട്ടുള്ളവരും. ശരണം ഗത, ശരണം പ്രാപിച്ചാൽ. അപ്പോൾ അമ്മയെ ആർക്കു വേണമെങ്കിലും ശരണം പ്രാപിക്കാം. ഈ ഒരു കവചം ആർക്കൊക്കെയാണ് രക്ഷയേകുന്നതെന്ന് ചോദിച്ചാൽ, അഗ്നിനാ ദഹ്യമാനസ്തു, അഗ്നിയാൽ ദഹിക്കപ്പെട്ടവനും അല്ലെങ്കിൽ ദഹിക്കപ്പെടുന്നവനും. ഇവിടെ അഗ്നി എന്നുള്ളതിന് പലതരത്തിലുള്ള നമ്മുടെ കർമ്മദോഷങ്ങളാകാം, നമ്മുടെ വിചാരങ്ങളിലൂടെ നമ്മളെ തന്നെ സ്വയം ഒരുക്കി ഇല്ലാതെയാക്കുന്നതാവാം, അതല്ല ബാഹ്യമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ അത്യധികം വിഷമമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉരുകിത്തീരുന്നവരാകാം, വിഷമിക്കുന്നവരാകാം. ഇനി അതുമല്ലെങ്കിൽ ഈ ഒരു യുദ്ധഭൂമിയിൽ ശത്രുക്കളുടെ നടുവിൽ അകപ്പെട്ടവർക്കും രക്ഷയ്ക്കായിക്കൊണ്ട് അമ്മയെ ശരണം പ്രാപിച്ചാൽ ഭയന്നവര്, ദുഃഖിതന്മാര് ഒക്കെ, അതായത് ഏത് തരത്തിലുള്ള പ്രയാസത്തെയും അമ്മ ഇല്ലാതാക്കും. അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരും അമ്മയെ ആശ്രയിച്ചാൽ
ഏഴാമത്തെ ശ്ലോകം. ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി. ന തേഷാം ജായതേ, ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥം. തേഷാം അവർക്ക്, ജായതേ, ജായതേ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ന ജായതേ ഉണ്ടാവുകയില്ല. കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെയും അവർക്ക് എന്തുണ്ടാവുകയില്ല? അശുഭം, അവർക്ക് ഒരിക്കലും അമംഗളം ഉണ്ടാവുകയില്ല, അശുഭം ഉണ്ടാവുകയില്ല. രണസങ്കടേ, അത് യുദ്ധത്തിൻ്റെ നടുവിൽ സങ്കടപ്പെട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും, നാപദം, ന ആപദമാണ്, ന ആപദം, ന എന്ന് പറഞ്ഞാൽ ഇല്ല, ആപദം ആപത്ത്, നാപദം അവർക്ക് ആപത്തുണ്ടാവുകയില്ല. തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി. തസ്യ അവർക്ക്, പശ്യാമി എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാവുകയില്ല, ഉണ്ടാവുക എന്താ? ശോക ദുഃഖ ഭയം നഹി. ന പശ്യാമി ശോക ദുഃഖ ഭയം, അവർക്ക് ശോകമാകട്ടെ ദുഃഖമാകട്ടെ ഭയമാകട്ടെ അവർക്കുണ്ടാവുകയില്ല. അവിടെ ഹി എന്നുകൂടി ചേർത്തത് കൊണ്ട് അവിടെ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ ബ്രഹ്മാവിന് പോലും ഉറപ്പുണ്ട്, ഏത് തരത്തിലുള്ള ദുഃഖങ്ങളായിക്കോട്ടെ സങ്കടങ്ങളായിക്കോട്ടെ, അതേ ആ സന്ദർഭങ്ങളിലൊക്കെ അമ്മയെ ആശ്രയിച്ചാൽ, നോക്കൂ, ശത്രുമധ്യത്തിൽ നിൽക്കുന്ന ഒരുവൻ എത്രമാത്രം മാനസികമായ സംഘർഷം അനുഭവിക്കുന്നുണ്ടാവാം, അപ്പോൾ പോലും അമ്മയെ ഒന്ന് ആശ്രയിക്കുകയേ വേണ്ടൂ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു ആപത്തും ഉണ്ടാവുകയില്ല, ഒരു തരത്തിലുമുള്ള അമംഗളം സംഭവിക്കുകയുമില്ല അവർക്ക് എന്ന് ബ്രഹ്മാവ് തന്നെ ഉറപ്പു നൽകുകയാണ് നമുക്ക്. ഇനി 8ാമത്തെ ശ്ലോകമാണ്. യൈസ്തു ഭക്ത്യാ സ്മൃതാനൂനം തേഷാം വൃദ്ധി പ്രജായത്തെ പ്രേതസംസ്ഥാ തു ചാമുണ്ട വാരാഹി മഹിഷാസന. യൈസ്തു ഭക്ത്യാ സ്മൃതാനൂനം. യൈ തു, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് യൈസ്തു. യൈ എന്ന് പറഞ്ഞാൽ യാതൊരാള്, യൈസ്തു യാതൊരാളാകട്ടെ, ഭക്ത്യാ സ്മൃത ഭക്തിയോടുകൂടി, സ്മൃത സ്മരിക്കുന്നത്, നൂനം ഉറപ്പാണ്, തേഷാം വൃദ്ധി പ്രജായതേ തേഷാം അവർക്ക്, വൃദ്ധി എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി അഥവാ ഐശ്വര്യം, പ്രജായതേ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രേതസംസ്ഥാത്തു ചാമുണ്ട, പ്രേതസംസ്ഥ പ്രേതാസനത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ ചാമുണ്ട കാളീദേവി, വാരാഹി മഹിഷാസന. വാരാഹി എന്ന് പറഞ്ഞാൽ വരാഹ ശക്തി സ്വരൂപിണി, മഹിഷാസന, മഹിഷം എന്ന് പറഞ്ഞാൽ പോത്ത്, മഹിഷം ആസനമായിട്ടുള്ളവൾ, ഇരിപ്പിടമായിട്ടുള്ളവൾ. അവിടം കൊണ്ട് ആ ശ്ലോകത്തിന്റെ അർത്ഥം കഴിയുന്നില്ല. 9ാമത്തെ ശ്ലോകം. ഐന്ദ്രീ ഗജമാരൂഢ വൈഷ്ണവീ ഗരുഡാസന മാഹേശ്വരി വൃഷാരൂഢ കൗമാരീ ശിഖിവാഹന. ഐന്ദ്രീ ഇന്ദ്രാണി, ഗജസമാരൂഢ ഗജമെന്നാൽ ആന, ആനപ്പുറത്തിരിക്കുന്നവൾ, വൈഷ്ണവി വിഷ്ണു ശക്തി സ്വരൂപിണി. ആ വൈഷ്ണവി ദേവി എങ്ങനെയാണ്? ഇന്ദ്രാണി ആനപ്പുറത്തിരിക്കുന്നവളാണെങ്കിൽ വിഷ്ണു ശക്തി സ്വരൂപിണിയായിട്ടുള്ള അമ്മ ഗരുഡാസന, ഗരുഡനെ ഇരിപ്പിടമാക്കിയവളാണ്. മാഹേശ്വരി വൃഷാരൂഢ, മാഹേശ്വരി എന്ന് പറഞ്ഞാൽ മഹേശ്വരന്റെ പത്നിയായിട്ടുള്ളവൾ, വൃഷാരൂഢ വൃഷത്തിന്റെ പുറത്തേറിയവളായിട്ടുള്ള മാഹേശ്വരി. കൗമാരി ശിഖിവാഹന, കൗമാരി സുബ്രഹ്മണ്യ ശക്തി സ്വരൂപിണിയായിട്ടുള്ളവൾ, കുമാരന്റെ ആ ഒരു ശക്തി സ്വരൂപത്തിലുള്ളവൾ.
ശിഖിവാഹന, ശിഖി എന്ന് പറഞ്ഞാൽ മയില് വാഹനമായിട്ടുള്ളവൾ. അപ്പോൾ നോക്കൂ, ആദ്യം നവദുർഗമാരുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ദേവിയുടെ മറ്റു പല ഭാവങ്ങളെ പറയുകയാണ്. അതായത് തൻ്റെ ഭക്തനെ സംരക്ഷിക്കാൻ അമ്മ ഏതേതെല്ലാം ഭാവങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞു പോകുന്നത്. അതിനുശേഷമാണ് അമ്മയോടുള്ള അപേക്ഷ, ഏതേത് ഭാഗങ്ങളെ അമ്മ ഏതേത് വിധത്തിൽ സംരക്ഷിക്കണം എന്നുള്ള ഒരു അപേക്ഷ വരുന്നത്. അപ്പോൾ ബ്രഹ്മാവ് ആദ്യം പറഞ്ഞു കൊടുത്തത് അമ്മയുടെ ഈ സംരക്ഷണ കവചത്തിൽ അമ്മ ഏതേതെല്ലാം ഭാവങ്ങൾ എടുക്കുന്നു എന്നാണ് പറയുന്നത്. 10ാമത്തെ ശ്ലോകം. ബ്രാഹ്മി ഹംസ സമാരൂഢ സർവാഭരണഭൂഷിത നാനാഭരണ ശോഭാഢ്യ നാനാരത്നൈശ്ച ശോഭിത. മാഹേശ്വരിയെക്കുറിച്ച് പറഞ്ഞു, ഇന്ദ്രാണിയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ ഗരുഡാസനത്തിൽ ഇരിപ്പുറപ്പിച്ചിട്ടുള്ള വിഷ്ണു ശക്തി സ്വരൂപിണിയെക്കുറിച്ച് പറഞ്ഞു, മയിൽ വാഹനയായിട്ടുള്ള വാഹിനിയായിട്ടുള്ള സുബ്രഹ്മണ്യ ശക്തി സ്വരൂപിണിയെക്കുറിച്ച് പറഞ്ഞു. പറയുന്നത് ബ്രഹ്മാവാണ്. അതുകൊണ്ട് അടുത്തത് തൻ്റെ കാര്യം തന്നെ പറയുകയാണ്. ബ്രാഹ്മി, ബ്രഹ്മാവിൻ്റെ ശക്തി സ്വരൂപിണിയായിരിക്കുന്നവൾ. അവളാകട്ടെ ഹംസ സമാരൂഢ, ഹംസത്തിൻ്റെ പുറത്തിരിക്കുന്നവളാണ്. അങ്ങനെയുള്ള ഇപ്പോൾ അമ്മയുടെ വിവിധ ഭാവങ്ങളാണ് പറഞ്ഞത്. ഈ ഭാവങ്ങളൊക്കെ ആകട്ടെ സർവാഭരണഭൂഷിത, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് വിഭൂഷിതയായിരിക്കുന്നവളാണ്. നാനാഭരണ ശോഭാഢ്യ, പലതരത്തിലുള്ള ആഭരണങ്ങളുടെ ശോഭ കൊണ്ട്, ആഢ്യ എന്ന് പറഞ്ഞാൽ പ്രൗഢിയോടുകൂടി വിലസുന്നവൾ. നാനാരത്നൈശ്ച ശോഭിത, നാനാരത്നൈശ്ച പലതരത്തിലുള്ള രത്നങ്ങളുടെ ശോഭിത, അതിൻ്റെ ശോഭയോടുകൂടി വിളങ്ങുന്നവൾ. ഇനി ഇത് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് വരികയാണ്. 11ാമത്തെ ശ്ലോകം. ദൃശ്യന്തേ രഥമാരൂഢ ദേവ്യ കോപസമന്വിത ശംഖം ചക്രം ഗദാം ശക്തിം ഹലം ച മുസലായുധം. അപ്പോൾ ദേവിയുടെ ഇങ്ങനെ പല ഭാവങ്ങൾ പറഞ്ഞു. ഇനിയും ഈ പല ഭാവങ്ങളിൽ നവദുർഗമാരുടെ കഴിഞ്ഞു. അടുത്ത ദേവിയുടെ മറ്റു പല ശക്തി സ്വരൂപിണി ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനിയും ഈ ശക്തി സ്വരൂപിണികളായിട്ടുള്ള ദേവിയുടെ ഓരോരോ ഭാവങ്ങളിലും പലതരത്തിലുള്ള ആയുധങ്ങൾ അമ്മ ഏന്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുകൂടി ഇനിയും ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്. ദൃശ്യന്തേ രഥമാരൂഢ, ദൃശ്യന്തേ കാണപ്പെടുന്നു, രഥം ആരൂഢ രഥമാരൂഢ രഥത്തിലേറിയ ദേവിയായി കാണപ്പെടുന്നു. കോപസമന്വിത, കോപാകുലരായിട്ട് അമ്മ കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്നവളായി കാണുന്നു. എവിടെ? ശത്രുപക്ഷത്ത് ആളുകളുള്ളപ്പോൾ. അമ്മയ്ക്ക് എപ്പോഴും മാതൃഭാവം തന്നെയാണ്. പക്ഷേ അമ്മയോട് എതിർക്കാൻ വരുമ്പോൾ, അസുരന്മാരോട് ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ, നമുക്കറിയാം അമ്മയുടെ പല അവതാരങ്ങളും ദേവകാര്യ സിദ്ധ്യർത്ഥമാണ് അമ്മ അവതരിച്ചിട്ടുള്ളത് പല ഭാവങ്ങളിലും. അതിനൊക്കെ ഒരേ ഒരു കാരണമേയുള്ളൂ, ആ അരിയായി വന്നിട്ടുള്ള ശത്രുപക്ഷത്ത് നിൽക്കുന്നതായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. അവിടെയൊക്കെ അമ്മയുടെ ഈ കോപഭാവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് നമുക്ക് ദേവി മഹാത്മ്യത്തിലും ദേവി ഭാഗവതത്തിലുമൊക്കെ ധാരാളം കാണാം. ഇവിടെ പറയുകയാണ് കോപാകുലയായിട്ട്, കോപസമന്വിത, കോപാകുലരായിട്ട്. അത് ആ ഒരു വാക്ക് അവിടെ പറഞ്ഞത് അസുര നിഗ്രഹവേളയിൽ അമ്മ അങ്ങനെയൊരു ഭാവവും കൈക്കൊള്ളുന്നുണ്ട്. ഇല്ലെങ്കിൽ പൊതുവെ ശാന്തസ്വരൂപിണിയാണ് അമ്മ. ശംഖം ചക്രം ഗദാം ശക്തിം ഹലം ച മുസലായുധം. അമ്മയുടെ കൈകളിലാകട്ടെ ശംഖമുണ്ട്, ചക്രമുണ്ട്, ഗദാം ഗദയുണ്ട്, ശക്തി എന്ന് പറഞ്ഞാൽ വേലാണ്, വേലുണ്ട്, ഹലം എന്ന് പറഞ്ഞാൽ കലപ്പയാണ്, പിന്നെയോ മുസലായുധം, മുസലം എന്ന് പറഞ്ഞാൽ ഇരുമ്പുലക്കയാണ്. അപ്പോൾ അമ്മയുടെ കൈകളിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആയുധങ്ങൾ ഏന്തിയിരിക്കുന്നു. കഴിഞ്ഞില്ല,
അടുത്ത ശ്ലോകം, ഖേടകം തോമരം ചൈവ പരശും പാശമേവ ച കുന്തായുധം ത്രിശൂലം ച ശാർഗായുധമനുത്തമം. ഖേടകം എന്ന് പറഞ്ഞാൽ പരിച, തോമരം എന്ന് പറഞ്ഞാൽ തോമരം എന്ന് പറയുന്ന ഒരു ആയുധത്തിൻ്റെ പേരാണ്. ചൈവ ച ഏവ, അതായത് ഖേടകവും തോമരവും, പിന്നെ പരശും പാശമേവച, പരശും എന്ന് പറഞ്ഞാൽ കോടാലി, പാശമേവ, പാശം ഏവ ആണ് പാശമേവ, പാശം എന്നാൽ കയറ്, പിന്നെയോ കുന്തായുധം ത്രിശൂലം ച, കുന്തായുധം കുന്തമേന്തിയിട്ടുണ്ട് കൈകളിൽ, ത്രിശൂലമേന്തിയിട്ടുണ്ട്, കഴിഞ്ഞില്ല, ശാർഗായുധം അനുത്തമം, ശാർഗായുധം അനുത്തമം, ഇങ്ങനെ രണ്ട് വാക്കുകളാണത്. ശാർഗായുധം എന്ന് പറഞ്ഞാൽ കൊമ്പുകൊണ്ടുണ്ടാക്കിയ വില്ലിനെയാണ് ശാർഗായുധം എന്ന് പറയുന്നത്. അനുത്തമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള കൊമ്പുകൊണ്ടുണ്ടാക്കിയ വില്ലും അമ്മ കൈകളിൽ അണിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഈ കൈകളിൽ ഇത് അണിഞ്ഞിരിക്കുന്നത് ഇത്രയും ശക്തി സ്വരൂപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് സർവരക്ഷകയായിട്ടുള്ള ആ അമ്മയുടെ കൈകളിൽ എന്തിനാണ് ഇത്രയേറെ ആയുധങ്ങൾ? അമ്മയ്ക്ക് തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതിന് ഈ ആയുധങ്ങൾ എന്തിനാണ് എന്നാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് 13ാമത്തെ ശ്ലോകം. ദൈത്യാനാം ദേഹനാശായ ഭക്താനാമഭയായ ച ധാരയന്ത്യായുധാനീത്തം ദേവാനാം ച ഹിതായ ച. ദൈത്യാനാം ദേഹനാശായ, ദൈത്യാനാം അസുരന്മാരുടെ, ദേഹനാശായ അവരുടെ ദേഹനാശത്തിനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ഇല്ലാതെയാക്കുന്നതിനും, പിന്നെയോ ഭക്താനാം അഭയായ ച, ഭക്താനാം അഭയായ, ഇങ്ങനെ രണ്ട് വാക്കുകളാണ്. ഭക്താനാം ഭക്തന്മാർക്ക്, തന്നെ ആശ്രയിക്കുന്നവർക്ക്, ഉത്തമ ഭക്തിയോടുകൂടി നിഷ്കളങ്ക ഭക്തിയോടുകൂടി തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക്, അഭയായ ച അവർക്ക് അഭയമാകുന്നതിന്, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ധാരയന്തി ആയുധാനീഥം, ധാരയന്തി ആയുധാനി ഇത്തം, ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെയുണ്ട്. ധാരയന്തി എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു, ആയുധാനി ആയുധങ്ങൾ, ഇത്തം ഇപ്രകാരം. അപ്പോൾ ഇപ്രകാരമൊക്കെയുള്ള ആയുധങ്ങൾ കൈകളിൽ ധരിക്കുന്നു അമ്മ. പിന്നെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്, ദേവാനാം ച ഹിതായ ച, ദേവാനാം ദേവന്മാരുടെ, ഹിതായ ച അവരുടെ ഹിതത്തെ മുൻനിർത്തിക്കൊണ്ട്, അവരുടെ ഇഷ്ടത്തെയല്ല പ്രിയത്തെയല്ല അവരുടെ നന്മയെ മുൻനിർത്തിക്കൊണ്ട്, അവർക്ക് എന്താണോ നല്ലതായിട്ടുള്ളത് അതിന് തക്ക വിധത്തിലുള്ള അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ അവരുടെ ഹിതത്തെ മുൻനിർത്തിക്കൊണ്ട് ദേവന്മാരെ പോലും സംരക്ഷിക്കുന്നതിനായിക്കൊണ്ട് ആണ് അമ്മ ഇതുപോലെയുള്ള പല ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഭാവങ്ങൾ സ്വീകരിക്കുന്നതും ഇതുപോലെ വിവിധങ്ങളായ ആയുധങ്ങൾ കൈകളിൽ ധരിക്കുന്നതും തൻ്റെ ഭക്തനെ സംരക്ഷിക്കുന്നതിന്, അസുരന്മാരെ ഇല്ലാതെയാക്കുന്നതിന്, ദേവന്മാരുടെ ഹിതത്തെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. മഹാബലെ മഹോത്സാഹേ മഹാഭയവിനാശിനി ത്രാഹി മാം ദേവി ദുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർദ്ധിനി. മഹാബലെ, മഹത്തായ ബലത്തോടു കൂടിയവൾ, മഹോത്സാഹേ അത്യന്തം ഉത്സാഹത്തോടു കൂടിയവൾ. എന്തിന്? തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നതിന്, അസുര നിഗ്രഹത്തിന്, ദേവന്മാരുടെ ഹിതത്തിനായിക്കൊണ്ട്. മഹാഭയവിനാശിനി എത്ര വലിയ ഭയത്തെയും ഇല്ലാതെയാക്കുന്നവളായിട്ടുള്ള അങ്ങനെയുള്ള ആ ദേവി, ത്രാഹിമാം ദേവി, അമ്മേ ത്രാഹി രക്ഷിക്കണമേ, മാം എന്ന് പറഞ്ഞാൽ എന്നെ, അങ്ങനെയുള്ള ദേവി അമ്മേ അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. ദുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർദ്ധിനി, ശത്രുക്കളുടെ ഭയവർദ്ധിനി, ഭയത്തെ വർദ്ധിപ്പിക്കുന്നവളാണ്. ഇവിടെ ശത്രുണാം ഭയവർദ്ധിനി, ശത്രുക്കളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള അസുരന്മാരോട് ഏറ്റുമുട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും അമ്മ ഈ
ഭാവങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് എന്നിരിക്കെ ആ രീതിയിലും അതിനർത്ഥം കൽപ്പിക്കാം. അസുരന്മാരുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നവളാണ്. ഇനി മറ്റൊരർത്ഥം എടുത്താൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരെ സംരക്ഷിക്കുന്നതിൽ ശത്രുണാം ഭയവർദ്ധിനി എന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമുക്കറിയാം ഷഡ്വൈരികളാണ് പറയുന്നത്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം എന്നിങ്ങനെയുള്ള 6 വൈരികൾ, 6 ശത്രുക്കൾ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇത് ഇത്രയുമാണ് നമ്മുടെ ശത്രുവായിട്ടുള്ളത്. ഈ 6 ശത്രുക്കളെയും ഇല്ലാതെയാക്കുന്നവൾ. സംരക്ഷിക്കാൻ വേണമെങ്കിൽ നമുക്ക് യാതൊന്നാണോ നമുക്ക് ദുഃഖത്തെ തരുന്നത് അതിനെയാണ് ഇല്ലാതെയാക്കേണ്ടത്. അപ്പോൾ ഈ ദുഃഖത്തിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഈ 6 ശത്രുക്കളാണ്. കാമക്രോധ ലോഭ മോഹാദി മത മാത്സര്യാദികളാണ് നമ്മുടെ കർമ്മം മോശമാക്കുന്നതിന്. അത് ബാഹ്യമായിട്ടുള്ള കർമ്മം മാത്രമല്ല, മനോവാകർമ്മങ്ങളെയൊക്കെ ദുഷിപ്പിക്കുന്നത് ഈ ഷഡ്വൈരികളാണ്. ഈ 6 വൈരികളെ ഇല്ലാതെയാക്കുന്നവൾ, അല്ലെങ്കിൽ ഈ 6 വൈരികൾക്കും ഭയത്തെ ഉളവാക്കുന്നവളും അമ്മയാണ്. പിന്നെ വേറൊരു വലിയൊരു കാര്യവും കൂടി പറഞ്ഞു ബ്രഹ്മാവ്. ദുഷ്പ്രേക്ഷ്യെ, ദർശിക്കുവാൻ ഏറ്റവും പ്രയാസമുള്ളവളാണ്. അത് പറയാൻ കാരണം നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ തന്നെ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അമ്മയെ പുറത്തെങ്ങും അന്വേഷിച്ചാൽ കാണാൻ കഴിയില്ല. ആ അമ്മ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, നമ്മോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെയുള്ള അമ്മയെ പുറത്തല്ല തേടേണ്ടത്, ഉള്ളിൽ തേടുക. ഉള്ളിൽ ആ ദേവിയെ പ്രതിഷ്ഠിച്ചാൽ, ദേവിയെ ഉള്ളിൽ വെച്ച് ആരാധിക്കുവാൻ കഴിഞ്ഞാൽ, ഉള്ളിൽ സ്മരിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഈ ഷഡ്വൈരികളൊക്കെ താനേ ഇറങ്ങിപ്പോവും. അതൊക്കെ ദുർബലമാവും. കാരണം ദേവിയുടെ ശക്തിക്ക് പ്രാബല്യമേറും തോറും ഉള്ളിലെ അരുതാത്ത വിചാരങ്ങൾക്ക് ക്ഷയം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ പുറത്തെങ്ങും ദർശിക്കുവാൻ പ്രയാസമുള്ളതായിട്ടുള്ള ദുഷ്പ്രേക്ഷ്യയെ, ആ അമ്മ നമ്മുടെ ശത്രുക്കളെയൊക്കെ ഇല്ലാതെയാക്കുന്നവൾ, അവരുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നവളാകുന്നു. 15ാമത്തെ ശ്ലോകം. പ്രാച്യാം രക്ഷതു മാമൈന്ദ്രി ആഗ്നേയാമഗ്നിദേവതാ ദക്ഷിണേ ചൈവ വാരാഹി നൈഋത്യാം ഖഡ്ഗധാരിണീ. ഇനിയും ഈ ശ്ലോകം മുതൽ അമ്മയോടുള്ള അപേക്ഷയാണ്. നമ്മളെ ഓരോരോ ഇടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അമ്മ സംരക്ഷിക്കേണ്ടത്, ഏതൊക്കെ ഭാവത്തിലാണ് ആ അമ്മ നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയും കൂടിയാണ്. ഇപ്പോൾ തന്നെ കുറച്ചധികം നേരമായതുകൊണ്ട് അടുത്ത സത്സംഗത്തിൽ നമുക്ക് അവിടെ മുതൽ തുടർച്ചയായി നമുക്ക് പറയേണ്ടത് കൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് ഈ സത്സംഗം നിർത്തട്ടെ. അമ്മ പറയിപ്പിച്ച വാക്കുകളൊക്കെയും അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.